അഭിനയ രംഗത്തെ സമഗ്ര സംഭാവനകൾ പരിഗണിച്ച് രാജ്യം പത്മഭൂഷൺ നൽകി ആദരിച്ച മമ്മൂട്ടിയെ പ്രശംസകൾ കൊണ്ട് മൂടി മുഖ്യമന്ത്രി പിണറായി വിജയൻ. സംസ്ഥാന ചലച്ചിത്ര പുരസ്കാര വിതരണ ചടങ്ങിൽ സംസാരിക്കവെയാണ് മാറുന്ന കാലത്തിനൊപ്പം സഞ്ചരിക്കുകയും ഓരോ സിനിമയിലും സ്വയം പുതുക്കുകയും ചെയ്യുന്ന മമ്മൂട്ടിയുടെ അഭിനയ ശൈലിയെ മുഖ്യമന്ത്രി വാനോളം പുകഴ്ത്തിയത്. പല തലമുറകളിലെ അഭിനേതാക്കളോട് മത്സരിച്ച് പുരസ്കാരങ്ങൾ വാരിക്കൂട്ടുന്ന വിസ്മയമാണ് മമ്മൂട്ടിയെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. കാലം മാറുന്നതിനനുസരിച്ച് തന്റെ അഭിനയ രീതികളിലും മൂല്യങ്ങളിലും മാറ്റം വരുത്താൻ അദ്ദേഹത്തിന് സാധിക്കുന്നു. പ്രായത്തെ വെല്ലുന്ന ഊർജ്ജസ്വലതയുടെ മമ്മൂട്ടി ഇന്നും മലയാള സിനിമയുടെ നെടും തൂണായി നിൽക്കുന്നത് അത്ഭുതകരമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഓരോ സിനിമയിലും നമുക്ക് മുൻപേ പരിചയമുള്ള മമ്മൂട്ടിയാകാതിരിക്കാനാണ് അദ്ദേഹം നിരന്തരം ശ്രമിക്കുന്നത്. അത് മനഃപൂർവമായ ഒരു ശ്രമമാണ്. ഒരു നടന്റെ ശരീരം എങ്ങനെ കാലത്തിനനുസരിച്ച് പാകപ്പെടുത്തിയെടുക്കാം എന്നതിന് മമ്മൂട്ടി ഒരു മികച്ച ഉദാഹരണമാണെന്ന് മുഖ്യമന്ത്രി നിരീക്ഷിച്ചു. അടുത്ത കാലത്ത് മമ്മൂട്ടി അവതരിപ്പിച്ച വ്യത്യസ്തമായ കഥാപാത്രങ്ങളെ മുഖ്യമന്ത്രി പ്രത്യേകം പരാമർശിച്ചു. കാതൽ സിനിമയിലെ മാത്യു ദേവസി എന്ന കഥാപാത്രം ഉൾപ്പെടെ സാമൂഹിക പ്രസക്തി ഉള്ളതും വെല്ലുവിളികൾ നിറഞ്ഞതുമായ വേഷങ്ങൾ ഏറ്റെടുക്കാൻ അദ്ദേഹം കാണിക്കുന്ന ധൈര്യം അഭിനന്ദനാർഹമാണെന്ന് അദ്ദേഹം പറഞ്ഞു. മമ്മൂട്ടിക്ക് പത്മ പുരസ്കാരം ലഭിക്കാൻ വൈകിയതിനെ മുഖ്യമന്ത്രി രൂക്ഷമായി പരിഹസിച്ചു. കഴിഞ്ഞ കുറെ വർഷങ്ങളായി കേരള സർക്കാർ മമ്മൂട്ടിയുടെ പേര് കേന്ദ്രത്തിന് ശുപാർശ ചെയ്യുന്നുണ്ടായിരുന്നു. എന്നാൽ ഇത്രയും കാലം അത് പരിഗണിക്കപ്പെട്ടില്ല. വൈകിയാണെങ്കിലും ഈ അംഗീകാരം എത്തിയതിൽ സന്തോഷമുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. കേരളത്തിലെ ശുപാർശകൾ പലപ്പോഴും അവഗണിക്കപ്പെടുന്നതിലുള്ള അതൃപ്തി മുഖ്യമന്ത്രിയുടെ വാക്കുകളിൽ നിഴലിച്ചു. എങ്കിലും ഈ സന്തോഷ നിമിഷത്തിൽ അദ്ദേഹത്തോടൊപ്പം പങ്കുചേരാൻ കഴിഞ്ഞതിൽ അഭിമാനമുണ്ടെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. മമ്മൂട്ടിയുടെ സാന്നിധ്യം ചടങ്ങിലെ ആവേശം ഇരട്ടിയാക്കി. 77ാമത് റിപ്പബ്ലിക് ദിനത്തിൽ കേരളത്തിന് അഭിമാനകരമായ നേട്ടമാണ് ഉണ്ടായതെന്ന് മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി. 8 മലയാളികൾക്കാണ് ഇത്തവണ പത്മ പുരസ്കാരങ്ങൾ ലഭിച്ചത്. ഇത് കേരളത്തിന്റെ സാംസ്കാരികവും സാമൂഹികവുമായ ഉന്നതിയുടെ അടയാളമാണെന്നും അദ്ദേഹം പറഞ്ഞു. അന്തരിച്ച മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന് പത്മവിഭൂഷൺ ലഭിച്ചതിനെ മുഖ്യമന്ത്രി ഏറെ പ്രാധാന്യത്തോടെയാണ് കണ്ടത്. വിപ്ലവ പാരമ്പര്യമുള്ള ഒരു നേതാവിന് രാജ്യം നൽകുന്ന വലിയ ആദരമാണിതെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന് പത്മഭൂഷൺ ലഭിച്ചതിനെ മുഖ്യമന്ത്രി അഭിനന്ദിച്ചു. സാമൂഹിക സേവന രംഗത്തും വിദ്യാഭ്യാസ മേഖലയിലും വെള്ളാപ്പള്ളി നടത്തിയ ഇടപെടലുകൾക്കുള്ള അംഗീകാരമാണിതെന്ന് അദ്ദേഹം പറഞ്ഞു. വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച മറ്റ് 5 മലയാളികൾക്കും പത്മശ്രീ പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. കലാ, സാഹിത്യ, കായിക, സാമൂഹിക സേവന രംഗങ്ങളിൽ കേരളം നൽകുന്ന സംഭാവനകൾ രാജ്യം അംഗീകരിക്കുന്നു എന്നതിന്റെ തെളിവാണിതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. സിനിമ എന്നത് കേവലം വിനോദ ഉപാധി മാത്രമല്ല, അത് വലിയൊരു സാമൂഹിക ബോധവൽക്കരണ ഉപാധി കൂടിയാണെന്ന് മുഖ്യമന്ത്രി ഓർമ്മിപ്പിച്ചു. മമ്മൂട്ടിയെ പോലെയുള്ള മുതിർന്ന താരങ്ങൾ അത്തരം സിനിമകളുടെ ഭാഗമാകുന്നത് സമൂഹത്തിന് നല്ല സന്ദേശമാണ് നൽകുന്നത്. പുതിയ തലമുറയിലെ സിനിമാ പ്രവർത്തകർക്ക് മമ്മൂട്ടി ഒരു പാഠപുസ്തകമാണ്. അച്ചടക്കം, കഠിനാധ്വാനം, കലയോടുള്ള ആത്മാർത്ഥത എന്നിവ എങ്ങനെ ഒരു കലാകാരനെ ഉയരങ്ങളിൽ എത്തിക്കുമെന്ന് അദ്ദേഹം കാണിച്ചു തരുന്നുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പത്മ പുരസ്കാരങ്ങളുടെ തിളക്കത്തിൽ നിൽക്കുന്ന കേരളം വരും വർഷങ്ങളിലും കൂടുതൽ നേട്ടങ്ങൾ കൈവരിക്കുമെന്ന് അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിച്ചു. അർഹമായവർക്ക് അർഹമായ സമയത്ത് അംഗീകാരം നൽകുന്ന രീതി കേന്ദ്രം അവലംബിക്കണമെന്ന ആവശ്യവും അദ്ദേഹം പരോക്ഷമായി ഉന്നയിച്ചു. മമ്മൂട്ടിയുടെ പുരസ്കാര നേട്ടം അദ്ദേഹത്തിന്റെ ആരാധകർക്കിടയിൽ വലിയ ആഘോഷത്തിനാണ് വഴിമരുന്നിട്ടത്. സമൂഹ മാധ്യമങ്ങളിൽ താരത്തിന് അഭിനന്ദന പ്രവാഹമാണ്. മുഖ്യമന്ത്രിയുടെ പ്രസംഗം കൂടി വന്നതോടെ ആരാധകർ ഇത് ഇരു കൈയും നീട്ടി സ്വീകരിച്ചു. സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ വിതരണം ചെയ്യുന്ന വേദിയിൽ വെച്ച് തന്നെ ഇത്തരം ഒരു അഭിനന്ദനം ലഭിച്ചത് സവിശേഷമാണ്. മമ്മൂട്ടിയുടെ കരിയറിലെ മറ്റൊരു നാഴികക്കല്ലായി ഈ പത്മഭൂഷൺ ലബ്ധി മാറുകയാണ്. കേരളത്തിലെ മറ്റു രാഷ്ട്രീയ നേതാക്കളും മമ്മൂട്ടിയെയും VSനെയും വെള്ളാപ്പള്ളി നടേശനെയും അഭിനന്ദിച്ചുകൊണ്ട് രംഗത്തെത്തിയിട്ടുണ്ട്. രാഷ്ട്രീയ വ്യത്യാസമന്യേ എല്ലാവരും ഈ നേട്ടത്തിൽ സന്തോഷം പ്രകടിപ്പിച്ചു. പത്മ പുരസ്കാര ജേതാക്കളുടെ പട്ടികയിൽ കേരളത്തിന് ലഭിച്ച 8 എണ്ണം ചരിത്രപരമായ ഒരു വലിയ സംഖ്യയാണ്. ഇതിനു മുൻപ് പലപ്പോഴും ഇത്രയും അധികം പുരസ്കാരങ്ങൾ ഒറ്റയടിക്ക് സംസ്ഥാനത്തിന് ലഭിച്ചിട്ടില്ല. സിനിമയ്ക്കപ്പുറം മമ്മൂട്ടി നടത്തുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങളും പലപ്പോഴും ചർച്ചയാകാറുണ്ട്. വേദനിക്കുന്നവന്റെ കണ്ണീരൊപ്പാൻ അദ്ദേഹം നടത്തുന്ന നിശബ്ദമായ നീക്കങ്ങൾ കൂടി ഈ പുരസ്കാരത്തിന് പിന്നിലുണ്ടെന്ന് പൊതുസമൂഹം കരുതുന്നു. VS അച്യുതാനന്ദനെ പത്മഭൂഷൺ അംഗീകാരത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ആഗോളതലത്തിൽ അറിയപ്പെടുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിന് ലഭിച്ച ദേശീയ ആദരവായി ഇതിനെ കാണാമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. പത്മ പുരസ്കാര ജേതാക്കളെ ആദരിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ പ്രത്യേക ചടങ്ങുകൾ സംഘടിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നതായും സൂചനയുണ്ട്. അഭിനന്ദന പ്രസംഗം അവസാനിക്കുമ്പോൾ സദസ്സ് എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചാണ് മുഖ്യമന്ത്രിയുടെ വാക്കുകളെ വരവേറ്റത്.